ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ലെൻസ്. സാധാരണ നമ്മൾ ഗൂഗിൾ ക്രോം ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിനു മുൻപ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. അതിനായി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഗൂഗിൾ ലെൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഗൂഗിളിൽ തന്നെ പോയിട്ട് നമുക്ക് ഗൂഗിൾ ലെൻസ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. രണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഗൂഗിൾ ലെൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇവിടെ ഓപ്പൺ കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാനിവിടെ ഗാലറിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മാത്സിന്റെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഹോം വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് പലർക്കും അറിയാത്ത ഓപ്ഷനാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതായത് നിങ്ങളുടെ കയ്യിലൊരു ഇമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗാലറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ താഴെ നമുക്ക് കാണാം ഹോം വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ. സെർച്ചിന്റെ തൊട്ടടുത്ത് ഹോം വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഹോം വർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് താഴെ തന്നെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ആൻസർ താഴെ കിട്ടും. കണ്ടില്ലേ? അതിന്റെ ആൻസർ ഇവിടെ സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വീഡിയോ റെപ്രസെന്റേഷനിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല, അതിന്റെ വീഡിയോ കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കോളേജ് ഗോയിങ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഹോംവർക്ക് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഗൂഗിൾ ലെൻസ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജുകൾ, സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിലൊക്കെ ഉണ്ടാവുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ നമുക്ക് മറ്റൊരു ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ അതിൽ ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ഇമേജ് ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് ഒരു ചെറിയൊരു ലെൻസിന്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 4 ഭാഗവും ചതുരായിട്ടുള്ള നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഒരു സ്ക്വയർ വരുന്നുണ്ട്. അവിടെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏതാണ് വേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് അത് ആ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ടി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഫുൾ ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാൻ സാധിക്കും. ഇതൊന്നും നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയക്കേണ്ട ആവശ്യമില്ല. ആ ഇമേജിലുള്ള ടെക്സ്റ്റ് കണ്ടന്റുകൾ മാത്രമായിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ഇത് വാട്സപ്പിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇതേപോലെ അയക്കുവാൻ സാധിക്കും. ഇത് ഇംഗ്ലീഷിലെ കണ്ടന്റ് ആണ്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സെയിം കണ്ടന്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. മറ്റൊരു ഭാഷയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയക്കാനുള്ള ഓപ്ഷനും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ലെൻസിലുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇതേ കാര്യം തന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് കാണുന്നില്ലേ, ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ട്രാൻസ്ലേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാംഗ്വേജസ് ചോദിക്കുന്നുണ്ട്. അതായത് ലാംഗ്വേജ് ഇപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്കാണ് മാറേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി മലയാളം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഭാഷയാണോ വേണ്ടതെന്ന് വെച്ചാൽ, ഹിന്ദിയോ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ്, മലയാളം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ആ ഒരു ഇമേജ് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ടോ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടില്ലേ, അത് നേരെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലാംഗ്വേജുകൾ നമുക്ക് ഗൂഗിൾ ലെൻസ് വഴി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ മനോഹരമായിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഒറിജിനൽ കാണിക്കുന്നുണ്ട്, ട്രാൻസ്ലേറ്റഡ്. ഒറിജിനൽ കാണിക്കുന്നത് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റഡ് കാണിക്കുന്നത് മലയാളത്തിലുമാണ്. ഇനി നമുക്കിത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ഓൾ കൊടുത്തുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കോപ്പി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അയക്കാം. നമുക്ക് മെയിലിൽ അയക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് അത് മലയാളത്തിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് വളരെ യൂസ്ഫുൾ അല്ലേ? പ്രത്യേകിച്ചും നമുക്ക് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമുക്ക് ടൈപ്പിംഗ് ഒക്കെ വളരെ ഈസി ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് അതിൻ്റെ കമൻസ്
പ്രത്യേകിച്ച് എന്താണ് ഇതുകൊണ്ട് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ള റിപ്ലൈ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.